കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് വേഗത്തിൽ നോക്കാം. എപ്പോഴാണ് ഇത് പുനർനിർണ്ണയിക്കപ്പെട്ട ഈ മണ്ഡലത്തിൻ്റെ അതിർത്തികൾ, എങ്ങനെ നിലമ്പൂർ ഏത് വർഷത്തിൽ നിലവിൽ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പുനർനിർണയിച്ച അതിർത്തികളോടുകൂടി മണ്ഡലം നിലവിൽ വന്നത് 2009 പുതുക്കിയ അതിർത്തികളാണ് അന്ന് 2009 മുതൽ തെരഞ്ഞെടുപ്പിലുള്ളത്. അതിനുശേഷം 3 തെരഞ്ഞെടുപ്പുകളാണ് 2009 നിലവിൽ വന്ന ശേഷം 3 തെരഞ്ഞെടുപ്പുകളാണ് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായത്. ശരാശരി പോളിംഗ് എന്നത് 77%. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 1,80,000 വോട്ടുകളാണ്. 1,80,000 വോട്ടുകൾ ഇത്തവണ ശരാശരി കണക്കനുസരിച്ച് പോൾ ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഏത് വർഷത്തിലാണ് വന്നത് നോക്കുക. 2016 354 വോട്ടുകളാണ് 2016 UDFന് കിട്ടിയത്. ഏറ്റവും കുറഞ്ഞ വോട്ട് അന്ന് തോറ്റത് ആര്യാടൻ ഷൗക്കത്തായിരുന്നു. ഇനി LDFന്റെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് 2011 60,733 വോട്ടുകളാണ് അന്ന് LDFന് കിട്ടിയത്. അന്ന് മത്സരിച്ചത് M. തോമസ് മാത്യു ആയിരുന്നു. ആ വർഷം ജയിച്ചത് ആര്യാടൻ മുഹമ്മദും ആയിരുന്നു. ഇനി NDAക്ക് 2016 ലഭിച്ച 12,000 വോട്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആ 12,000 വോട്ട് മറികടക്കുകയാണ് ഇത്തവണ അവർ ലക്ഷ്യമിടുന്നത്. അന്ന് BDJS ആണ് മത്സരിച്ചത്. BDJSന്റെ ഗിരീഷ് മേക്കാട്ടാണ് അന്ന് മത്സരിച്ചത്. പിന്നീട് BJP ആ മണ്ഡലം ഏറ്റെടുക്കുകയും പക്ഷേ 4,000 വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനൊരു മാറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോൾ നേരത്തെ തൊട്ടുമുമ്പ് രാഗിനോട് പ്രതികരിച്ച ഡോക്ടർ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറഞ്ഞത്. ഈ 12,000-ലേറെ വോട്ട് BJPക്ക് കിട്ടുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് പലരുടെയും സാധ്യതകളെ കൂടി ബാധിക്കുന്നതാകാനും ഇടയുണ്ടല്ലേ.